രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭ ലീഡ് നേടിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്നത്തെ സവിശേഷത. 98 റൺസുമായിട്ടാണ് സച്ചിൻ ബേബി പുറത്തായത്. രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി നേടാൻ കഴിയുന്ന ആദ്യ മലയാള താരമെന്ന റെക്കോർഡാണ് വെറും 2 റൺസിന്റെ കുറവിൽ നഷ്ടമായത്. മികച്ച ഫോമിലുള്ള സൽമാൻ നിസാർ 21 റൺസിന് പുറത്തായി. കേരളത്തിന്റെ പ്രതീക്ഷയായിരുന്ന സൽമാൻ ഏറെ നേരം പിടിച്ചു നിന്നില്ല. അത് നിരാശാജനകമായ കാര്യം തന്നെയായിരുന്നു. 42 പന്തുകൾ നേരിട്ട അദ്ദേഹം 3 ബൗണ്ടറികൾ സഹിതം 21 റൺസിലെത്തി നിൽക്കെ ഹർഷ് ദൂബെയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി. രഞ്ജി സീസണിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സൽമാൻ നിസാർ. 3-ന് 131 എന്ന നിലയിലാണ് ഇന്ന് കേരളം 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ചത്. കേരളത്തിനായി അർദ്ധ സെഞ്ചുറി നേടിയ ആതിഥ്യ സർവാത്തയുടെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. 66 റൺസുമായി ബാറ്റിംഗ് പുനരാരംഭിച്ച സർവാത്തെ 79 റൺസിന് പുറത്തായി. ഇന്ന് 13 റൺസാണ് സർവാത്തേക്ക് കൂട്ടിച്ചേർക്കാനായത്. 185 പന്തിൽ 10 ബൗണ്ടറികൾ സഹിതമാണ് 79 റൺസ് എടുത്തത്. ഹർഷ് ദൂബെയുടെ പന്തിൽ ഡാനിഷ് മലേവർ ക്യാച്ച് എടുക്കുകയായിരുന്നു. 7 റൺസോടെയാണ് സച്ചിൻ ബേബി 3-ാം ദിനത്തിൽ ഇന്നിംഗ്സ് പുനരാരംഭിച്ചത്. 1-ാം ഇന്നിംഗ്സിൽ മികച്ച ടോട്ടലും ലീഡും നേടുക എന്ന ഉത്തരവാദിത്തമായിരുന്നു ക്യാപ്റ്റന്റേത്. നേരത്തെ വിദർഭയുടെ 1-ാം ഇന്നിംഗ്സ് 379 റൺസിൽ അവസാനിച്ചിരുന്നു. 153 റൺസ് എടുത്ത ഡാനിഷ് മലേവാറാണ് ഇന്നിംഗ്സിന് കരുത്തായത്. മലയാളി താരം കരുൺ നായർ 86 റൺസും 11-ാമനായി എത്തിയ നജികേത് 32 റൺസും നേടിയതോടെ വിദർഭയ്ക്ക് മെച്ചപ്പെട്ട 1-ാം ഇന്നിംഗ്സ് സ്കോർ നേടാൻ സാധിച്ചു. കേരളത്തിന് വേണ്ടി പേസർമാരായ MD നിതീഷും ഏതൻ ആപ്പിൾടോമുമാണ് ബൗളിംഗിൽ കൂടുതൽ തിളങ്ങിയത്. ഇരുവർക്കും 3 വിക്കറ്റുകൾ വീതം ലഭിച്ചു. 2-ാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ കേരളം വിദർഭയ്ക്കെതിരെ ശക്തമായി പൊരുതുകയായിരുന്നു. കേരളം 1-ാം ഇന്നിംഗ്സിൽ 3-ന് 131 എന്ന നിലയിലായിരുന്നു. കേരളത്തിനായി അർദ്ധ സെഞ്ചുറി നേടിയ ആതിഥ്യ സർവാത്തെ 66 റൺസുമായി ക്രീസിലുണ്ടായിരുന്നു. 7 റൺസോടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ആയിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. വിദർഭ 1-ാം ഇന്നിംഗ്സിൽ 379 റൺസിന് ഓൾ ഔട്ടായി. 123.1 ഓവറിൽ വിദർഭയെ കേരളം പുറത്താക്കി. ബേസിൽ 2 വിക്കറ്റും ജലക് സക്സേന 1 വിക്കറ്റും നേടിയതോടെയാണ് കേരളത്തിന് മുൻതൂക്കം ലഭിച്ചത്. ഇന്നിംഗ്സിലെ ആദ്യ 3 ഓവർ നേടുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായത് കേരളത്തെ തളർത്തുകയും ചെയ്തു. 1-ാം ഓവറിലെ 5-ാം പന്തിൽ രോഹൻ കുന്നുമൽ ഡക്കായി 3 പന്തുകളാണ് നേരിട്ടത്. ദർശൻ നൽകണ്ടെ ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു. ഇന്നിംഗ്സിലെ 3-ാമത്തെയും തന്റെ 2-ാമത്തെയും ഓവറിൽ ദർശൻ കേരളത്തിന്റെ മറ്റൊരു ഓപ്പണറെയും ക്ലീൻ ബൗൾഡാക്കി ഞെട്ടിച്ചിരുന്നു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത വിദർഭയ്ക്ക് വേണ്ടി ഡാനിഷ് മലേവാർ സെഞ്ചുറി നേടിയിരുന്നു. കരുൺ നായർ 86 റൺസ് നേടി. 3-ന് 24 എന്ന നിലയിലായിരുന്ന വിദർഭയെ ഇരുവരും ചേർന്ന് 4-ന് 239 എന്ന നിലയിലേക്ക് ഉയർത്തി. കരുണാണ് ആദ്യം പുറത്തായത്. ഡാനിഷ് മലേവാർ 285 പന്തിൽ 153 റൺസ് നേടി. 188 പന്തിലാണ് കരുൺ 86-ലെത്തിയത്. നജികേത് 38 പന്തിൽ 32 റൺസ് എടുത്ത് ടീമിന്റെ 3-ാമത്തെ ടോപ്പ് സ്കോററായി. നജികേതിന്റെ പ്രകടനം വിദർഭയെ 400-ലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ചെങ്കിലും നിതീഷ് വീഴ്ത്തുകയായിരുന്നു.